തെന്നിന്ത്യൻ സിനിമാ ലോകം ഇപ്പോൾ ഒരു പേരിനെ ചുറ്റും ഇംപ്ലിസിറ്റ്ലി തിരയുകയാണ്. സൂര്യ ശിവകുമാർ. ഒരു വശത്ത് പാൻ ഇന്ത്യൻ ലെവലിൽ വലിയ ഹൈപ്പ് നിൽക്കുന്ന ചിത്രങ്ങൾ, മറുവശത്ത് പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കാൻ പോകുന്ന ക്ലാസ് സിനിമകൾ. ഇതിൽ രണ്ടാമത്തെ പറഞ്ഞ കാറ്റഗറിയിൽ റിലീസിന് മുമ്പ് തന്നെ സോഷ്യൽ മീഡിയയിലും ബോക്സ് ഓഫീസിനെയും ഒരുപോലെ ചൂടുപിടിപ്പിക്കുന്ന ഒരു ചിത്രമുണ്ട്, വിശ്വനാഥ് ആൻഡ് സൺസ്. നമ്മുടെ പ്രിയപ്പെട്ട താരം സൂര്യയെ ആ പഴയ വിൻറ്റേജ് ലുക്കിലും തകർപ്പൻ റൊമാൻറ്റിക് ഫാമിലി മൂഡിലും വീണ്ടും സ്ക്രീനിൽ കാണാൻ കൊതിച്ചിരുന്ന ലക്ഷക്കണക്കിന് ആരാധകർക്കുള്ള ഒരു വിരുന്നായിരിക്കും ഈ ചിത്രം. കൂടെ അഭിനയിക്കുന്ന ആരാണെന്നോ? മലയാളികളുടെ സ്വന്തം മമിത ബൈജു. ഓഗസ്റ്റ് 14, 2026 തിയേറ്ററിലേക്ക് എത്താൻ തയ്യാറെടുക്കുന്ന ഈ ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ, അണിയറ രഹസ്യങ്ങൾ, ഒഫീഷ്യൽ കാസ്റ്റ് ആൻഡ് ക്രൂ വിവരങ്ങൾ, കൂടാതെ സോഷ്യൽ മീഡിയയിൽ പടരുന്ന അതീവ രസകരമായ ചില ഗോസിപ്പുകളും തിയറികളും ഇതെല്ലാം വളരെ വിശദമായി A to Z നമ്മൾ ഇന്നത്തെ ഈ സ്പെഷ്യൽ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോവുകയാണ്. ഒട്ടും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. നമുക്കാദ്യം തന്നെ ഈ സിനിമയുടെ കഥാപശ്ചാത്തലത്തിലേക്ക് കടക്കാം. ഒരു സിനിമയുടെ ഏറ്റവും വലിയ കരുത്ത് അതിൻ്റെ തിരക്കഥ തന്നെയാണ്. തൊലി പ്രേമ, ബിംല നായക്, കൂടാതെ കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത തെന്നിന്ത്യയിലാകെ തരംഗം സൃഷ്ടിച്ച ദുൽഖർ സൽമാൻ ചിത്രം ലക്കി ഭാസ്കർ എന്നിവയിലൂടെ തൻ്റെ കഴിവ് തെളിയിച്ച വെങ്കി അറ്റലൂരിയാണ് ഈ ചിത്രത്തിൻ്റെ കഥയും തിരക്കഥയും സംവിധാനവും നിർവഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു സാധാരണ മസാലപ്പടമല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇനി കഥയിലേക്ക് വന്നാൽ, സൂര്യ ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് സഞ്ജയ് വിശ്വനാഥ് എന്ന കഥാപാത്രത്തെയാണ്. അദ്ദേഹം ഒരു സാധാരണക്കാരനല്ല. അന്താരാഷ്ട്ര തലത്തിൽ തിളങ്ങി നിന്നിരുന്ന ഒരു പിസ്റ്റൾ ഷൂട്ടിംഗ് ചാമ്പ്യനാണ്. എന്നാൽ ചില വ്യക്തിപരമായ കാരണങ്ങളാലോ പ്രതിസന്ധികളാലോ കരിയറിൽ നിന്ന് അദ്ദേഹം മാറി നിൽക്കേണ്ടി വരുന്നു. ഇപ്പോൾ തൻ്റെ 40കളുടെ മധ്യത്തിൽ എത്തി നിൽക്കുന്ന സഞ്ജയ് നഷ്ടപ്പെട്ടു പോയ തൻ്റെ കരിയറിലേക്ക് ഒരു വമ്പൻ തിരിച്ചുവരവിന് ശ്രമിക്കുകയാണ്. പക്ഷേ ആ തിരിച്ചുവരവ് അത്ര എളുപ്പമല്ല. ഒരു വശത്ത് പ്രായത്തിൻ്റെ വെല്ലുവിളികൾ, മറുവശത്ത് ഒരു മധ്യവർത്തി കുടുംബത്തിൻ്റെ വലിയ ഉത്തരവാദിത്തങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, സമൂഹത്തിൻ്റെ ചോദ്യങ്ങൾ. ഇതിനെല്ലാം നടുവിലൂടെ സഞ്ജയ് തൻ്റെ ലക്ഷ്യത്തിലേക്ക് നടക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ഒരു കൊടുങ്കാറ്റ് പോലെ മാഡി എന്ന പെൺകുട്ടി കടന്നു വരുന്നത്. മമിത ബൈജുവാണ് മാഡി എന്ന് ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. മാഡി തികച്ചും ഫ്രീ സ്പിരിറ്റ് ആയ, ജീവിതത്തെ വളരെ ലളിതമായി കാണുന്ന 20കളിൽ എത്തി നിൽക്കുന്ന ഒരു യുവതിയാണ്. 40 വയസ്സ് കഴിഞ്ഞ ഒരു കായിക താരവും 20 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയും തമ്മിൽ അപ്രത്യക്ഷമായി ഉണ്ടാകുന്ന പ്രണയം, അതാണ് ചിത്രത്തിൻ്റെ കാതൽ. ഇരുവരും തമ്മിലുള്ള ഇമോഷണൽ ബോണ്ടിങ്, സൊസൈറ്റിയുടെ നോട്ടങ്ങൾ, സഞ്ജയുടെ കരിയറിന് മാഡി എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതെല്ലാം വൈകാരികതയുടെയും നർമ്മത്തിൻ്റെയും അകമ്പടിയോടെയാണ് വെങ്കി അറ്റലൂരി ദൃശ്യവൽക്കരിച്ചിരിക്കുന്നത് എന്നതാണ് സൂചനകൾ. ഈ ചിത്രത്തിന് ഇത്രമാത്രം ഹൈപ്പ് വരാൻ കാരണം ഇതിൻ്റെ കാസ്റ്റിംഗ് തന്നെയാണ്. തെന്നിന്ത്യയിലും ബോളിവുഡിലെയും മികച്ച പ്രതിഭകളാണ് അണിയറ പ്രവർത്തകർ ഈ ചിത്രത്തിനായി ഒന്നിച്ചു ചേർത്തിരിക്കുന്നത്. സൂര്യ ശിവകുമാർ. കരിയറിൽ ഒരുപാട് മാസ് ആക്ഷൻ വേഷങ്ങൾ ചെയ്ത സൂര്യ വളരെ നാളുകൾക്ക് ശേഷമാണ് ഇത്തരമൊരു റിയലിസ്റ്റിക് ഇമോഷണൽ വേഷത്തിലേക്ക് വരുന്നത്. വാരണമായിരം എന്ന ചിത്രത്തിന് ശേഷം സൂര്യയുടെ ഒരു കംപ്ലീറ്റ് ഫാമിലി കം സ്പോർട്സ് ഡ്രാമ ലുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിലായിരിക്കും. കഥാപാത്രത്തിൻ്റെ പൂർണ്ണതയ്ക്കായി സൂര്യ യഥാർത്ഥ ഷൂട്ടിംഗ് പരിശീലനം നേടിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. മമിത ബൈജു. പ്രേമലു എന്ന ഒരൊറ്റ സിനിമയുടെ ഇന്ത്യ ഒട്ടാകെ തരംഗമായി മാറിയ മലയാളി താരം മമിത ബൈജുവിൻ്റെ കരിയറിലെ ഏറ്റവും വലിയ നാഴികക്കല്ലാകും ഈ ചിത്രം. സൂര്യയെപ്പോലെ ഒരു ലെജൻഡറി താരത്തിനോടൊപ്പം തുല്യ പ്രാധാന്യമുള്ള നായിക വേഷം ചെയ്യുക എന്നത് മമിതയുടെ സ്റ്റാർ വാല്യൂ ഇരട്ടിയാകും. രാധിക ശരത് കുമാർ. തെന്നിന്ത്യൻ സിനിമയിലെ അഭിനയ പ്രതിഭയായ രാധിക ശരത് കുമാർ ഈ ചിത്രത്തിൽ വളരെ ശക്തമായ ഒരു കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത്. സൂര്യയുടെ അമ്മയുടെ വേഷത്തിലോ അല്ലെങ്കിൽ കഥയെ മാറ്റിമറിക്കുന്ന ഒരു മുതിർന്ന കുടുംബാംഗത്തിൻ്റെ വേഷത്തിലോ ആകും രാധിക എത്തുക. രവീന ടണ്ടൻ. ബോളിവുഡിലെ എക്കാലത്തെയും പ്രിയപ്പെട്ട നായികമാരിൽ ഒരാളായ രവീന ടണ്ടൻ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു തമിഴ് ചിത്രത്തിന് പ്രധാന വേഷം ചെയ്യുന്നത്. ചിത്രത്തിൽ സഞ്ജയ് വിശ്വനാഥിൻ്റെ കരിയറിലോ അല്ലെങ്കിൽ മാഡിയുടെ കുടുംബവുമായി ബന്ധമുള്ള ഒരു ഹൈ പ്രൊഫൈൽ കഥാപാത്രത്തെയാണ് അവർ അവതരിപ്പിക്കുന്നതെന്നാണ് വിവരം.
കാളി വെങ്കട്ട്. തമിഴ് സിനിമകളിൽ തൻ്റെ സ്വാഭാവിക അഭിനയത്തിലൂടെയും കോമഡിയിലൂടെയും ശ്രദ്ധേയനായ കാളി വെങ്കട്ടും ഈ ചിത്രത്തിലുണ്ട്. സൂര്യയുടെ കഥാപാത്രത്തിൻ്റെ സുഹൃത്തായോ അല്ലെങ്കിൽ ഒരു വിശ്വസ്തനായ സഹായിയോ ആകും കാളി വെങ്കട്ട് എത്തുക. ഒരു സിനിമ ക്യാമറയ്ക്ക് മുന്നിലുള്ളവർ മാത്രമല്ല, അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന സാങ്കേതിക വിദഗ്ധരുടെ കൂടെ അധ്വാനമാണ്. വിശ്വനാഥൻ ആൻഡ് സൺസ് എന്ന ചിത്രത്തിലെ ടെക്നിക്കൽ ക്രൂ വളരെ ശക്തമാണ്. സംവിധാനം, രചന വെങ്കി അറ്റിലൂരി. വൈകാരികമായ പ്രണയകഥകളും കുടുംബ ബന്ധങ്ങളും മികച്ച രീതിയിൽ സ്ക്രീനിൽ എത്തിക്കാൻ വെങ്കിക്ക് പ്രത്യേക കഴിവുണ്ട്. അദ്ദേഹത്തിൻ്റെ മുൻ ചിത്രങ്ങൾ നോക്കിയാൽ മനസ്സിലാകും കഥാപാത്രങ്ങളുടെ ഡെവലപ്മെൻറ്റിന് അദ്ദേഹം നൽകുന്ന പ്രാധാന്യം. ഈ ചിത്രത്തിലും സൂര്യയെ ഒരു സാധാരണ മനുഷ്യനായി നിർത്തിക്കൊണ്ട് വലിയൊരു ഇമോഷണൽ ഡ്രാമയാണ് അദ്ദേഹം ഒരുക്കിയിരിക്കുന്നത്. നിർമ്മാണം സിത്താര എൻ്റർടൈൻമെൻറ്റ്സ് ആൻഡ് ഫോർച്യൂൺ ഫോർ സിനാമാക്സ്. തെലുങ്കിലെ വമ്പൻ പ്രൊഡക്ഷൻ ഹൗസുകളായ സിത്താര എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ബാനറിൽ സൂര്യദേവര നാഗവംശിയും ഫോർച്യൂൺ ഫോർ സിനിമാക്സിൻ്റെ ബാനറിൽ സായി സൗജന്യയും ഒപ്പം യലമഞ്ജലി ഗോപാലകൃഷ്ണയും ചേർന്നാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. വൺ ബഡ്ജറ്റിലാണ് ചിത്രം ഒരുങ്ങുന്നത്. നിർമ്മാണ മൂല്യത്തിന് യാതൊരു വിട്ടുവീഴ്ചയും ഇവർ വരുത്തിയിട്ടില്ല. സംഗീതം ജി.വി. പ്രകാശ് കുമാർ. സൂര്യ ജി.വി. പ്രകാശ് കോംബോ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആരാധകർക്ക് ആവേശമാണ്. സുരറൈ പോട്രെ എന്ന ചിത്രത്തിന് നാഷണൽ അവാർഡ് വാങ്ങിക്കൂട്ടിയ കൂട്ടുകെട്ടാണിത്. ഈ ചിത്രത്തിലും ജി.വി. പ്രകാശിൻ്റെ പാട്ടുകളും ബാക്ക്ഗ്രൗണ്ട് സ്കോറും സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് ഘടകമാകുമെന്നതിൽ സംശയമില്ല. ഛായാഗ്രഹണം നിമിഷ് രവി. മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഛായാഗ്രഹനാണ് നിമിഷ് രവി. ദുൽഖർ സൽമാൻ്റെ കുറുപ്പ്, മമ്മൂട്ടിയുടെ ഭീഷ്മപർവം, റോർഷാക്ക് തുടങ്ങിയ സിനിമകളിൽ നിമിഷ് ഒരുക്കിയ വിഷ്വലുകൾ നമ്മൾ കണ്ടതാണ്. വിശ്വനാഥൻ ആൻഡ് സൺസിലൂടെ നിമിഷ് രവി തൻ്റെ വിഷ്വൽ മാജിക് തമിഴിലും തെലുങ്കിലും ആവർത്തിക്കുകയാണ്. എഡിറ്റിംഗ് നവീൻ നൂലി. ദേശീയ അവാർഡ് ജേതാവായ നവീൻ നൂലിയാണ് ചിത്രത്തിൻ്റെ എഡിറ്റിംഗ് കൈകാര്യം ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ സിനിമയെ ഇപ്പോൾ വാർത്തകളിൽ നിറച്ചു നിർത്തുന്ന പ്രധാന ഘടകങ്ങളിലേക്ക് വരാം. അതാണ് ഇതിലെ സംഗീതം. ജി.വി. പ്രകാശ് കുമാർ ഈ ചിത്രത്തിനായി ഒരുക്കിയിരിക്കുന്നത് ഒരു മ്യൂസിക്കൽ ഫീസ്റ്റ് തന്നെയാണ്. ചിത്രത്തിൽ നിന്ന് ആദ്യം പുറത്തു വന്ന പട്ടാമ്പൂച്ചി എന്ന സിംഗിൾ ട്രാക്ക് ഇതിനകം തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരു കൊടുങ്കാറ്റായി മാറിക്കഴിഞ്ഞു. ഇൻസ്റ്റഗ്രാം റീൽസിലും യൂട്യൂബ് ഷോർട്ടിലും ഇപ്പോഴും ട്രെൻഡിങ്ങിൽ ഒന്നാമതാണ് ഈ ഗാനം. ഒരു റൊമാൻറ്റിക് പെപ്പി നമ്പറായി ഒരുക്കിയ ഈ പാട്ട് മമിത ബൈജുവിൻ്റെ ക്യൂട്ട് എക്സ്പ്രഷനുകളും അതിവേഗത്തിലുള്ള ഡാൻസ് സ്റ്റെപ്പുകളും പ്രേക്ഷകരെ ആകെ ഭ്രാന്ത് പിടിപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ പാട്ടിനേക്കാൾ വലിയൊരു സർപ്രൈസ് വെളിപ്പെടുത്തിക്കൊണ്ട് അണിയർ പ്രവർത്തകർ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. ചിത്രത്തിലെ അടുത്തതായി പുറത്തിറങ്ങാൻ പോകുന്ന പ്രധാന ഡാൻസ് ട്രാക്ക് പാടിയിരിക്കുന്നതും മറ്റാരുമല്ല, നമ്മുടെ നായകൻ സൂര്യ ശിവകുമാർ തന്നെയാണ്. വളരെ നാളുകൾക്ക് ശേഷമാണ് സൂര്യ ഒരു സിനിമയിൽ പൂർണ്ണമായ ഒരു പാട്ട് പാടുന്നത്. ഇതൊരു പക്കാ മാസ് ഡാൻസ് നമ്പർ ആണെന്നും സൂര്യയുടെ സിഗ്നേച്ചർ സ്റ്റെപ്പുകൾ അടങ്ങിയ വിഷ്വൽസ് ആയിരിക്കും ഇതിലുണ്ടാകുക എന്നുമാണ് സ്റ്റുഡിയോ വൃത്തങ്ങളിൽ നിന്നുള്ള വിവരം. ജി.വി. പ്രകാശിൻ്റെ ഫാസ്റ്റ് ബീറ്റും സൂര്യയുടെ പവർഫുൾ ശബ്ദവും ഒന്നിക്കുമ്പോൾ തിയേറ്ററുകളിൽ അത് വലിയൊരു ആഘോഷമായി മാറും. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, സിനിമ എപ്പോഴാണ് തിയേറ്ററുകളിൽ എത്തുന്നത്? നോട്ട് ചെയ്തു വെച്ചോളൂ. 2026 ഓഗസ്റ്റ് 14 വിശ്വനാഥൻ ആൻഡ് സൺസ് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാൻ നിശ്ചയിച്ചിരിക്കുന്നത്. ഇൻഡിപെൻഡൻസ് ഡേ വീക്കെൻഡ് ലക്ഷ്യമിട്ടാണ് ഈ റിലീസ് തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരു വലിയ അവധി ദിനത്തിൻ്റെ അനുകൂല ബോക്സ് ഓഫീസിൽ ചിത്രത്തിന് വലിയ രീതിയിൽ തുണയാകും. ചിത്രം ഒരേ സമയം തമിഴ്, തെലുങ്ക് ഭാഷകളിലും നേരിട്ട് ഷൂട്ട് ചെയ്തതാണ്. കൂടാതെ മറ്റ് ദക്ഷിണേന്ത്യൻ ഭാഷകളിലും ഇത് മൊഴി മാറ്റി എത്തും. കേരളത്തിൽ സൂര്യയ്ക്ക് വലിയൊരു ആരാധക വൃത്തമുണ്ട്. കൂടാതെ മമിത ബൈജു നായികയായി എത്തുന്ന എന്നതുകൊണ്ട് തന്നെ മലയാളം സിനിമാ പ്രേമികൾ ഈ ചിത്രത്തിനായി വലിയ കാത്തിരിപ്പിലാണ്. കേരളത്തിലെ ന്യൂ സൂര്യ ഫിലിംസ് ആണ് ഈ ചിത്രം വൻ തുക വിതരണ അവകാശം എടുത്തിരിക്കുന്നതെന്നതാണ് വിശ്വസനീയ കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിവരം. കേരളത്തിനുടനീളം 200-ലധികം തിയേറ്ററുകളിൽ ചിത്രം ആദ്യ ദിനം പ്രദർശനത്തിനെത്തും. തിയേറ്റർ റിലീസിന് മുമ്പ് തന്നെ ചിത്രത്തിൻ്റെ ബിസിനസ് എല്ലാം പൂർത്തിയായിട്ടുണ്ട്. പ്രമുഖ OTT പ്ലാറ്റ്ഫോമായ നെറ്റ്ഫ്ലിക്സ് ആണ് വിശ്വനാഥൻ ആൻഡ് സൺസിൻ്റെ ഡിജിറ്റൽ സ്ട്രീമിംഗ് വൻ തുകയ്ക്ക് സ്വന്തമാക്കിയിരിക്കുന്നത്. സാറ്റലൈറ്റ് അവകാശങ്ങൾക്ക് സൺ ടിവിയും സ്വന്തമാക്കിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഈ സിനിമയെക്കുറിച്ച് ഇൻഡസ്ട്രിയിലും സോഷ്യൽ മീഡിയയിലും പ്രചരിക്കുന്ന ചില കിടിലൻ ഗോസിപ്പുകളും റൂമറുകളും.
ഒരു വലിയ സിനിമ വരുമ്പോൾ അതിനെക്കുറിച്ച് പലവിധ കഥകളും വരുന്നത് സ്വാഭാവികമാണ്. എന്നാൽ വിശ്വനാഥൻ ആൻഡ് സൺസിനെ കുറിച്ച് പ്രചരിക്കുന്ന ചില തിയറികൾ ശരിക്കും നിങ്ങളെ ഞെട്ടിക്കുന്നതാണ്. നമുക്കോരോന്നായി നോക്കാം. സൂര്യ എക്കാലത്തെയും വലിയ ഹിറ്റ് ഗജനിയുമായുള്ള കണക്ഷൻ. ഈ ചിത്രത്തിൽ സൂര്യ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ പേര് സഞ്ജയ് വിശ്വനാഥ് എന്നതാണ്. ഈ പേര് പുറത്തു വന്നതു മുതൽ സൂര്യ ആരാധകരുടെ തല പുകയുകയാണ്. സൂര്യയുടെ കരിയറിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രി ഹിറ്റുകളിൽ ഒന്നായ AR മുരുകദാസ് ചിത്രം ഗജനിയുടെ സൂര്യയുടെ കഥാപാത്രത്തിൻ്റെ പേര് സഞ്ജയ് രാമസ്വാമി എന്നായിരുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചകൾ പറയുന്നത് ഇത് ഗജനിയുടെ ഏതെങ്കിലും തരത്തിലുള്ള ആത്മീയ തുടർച്ചയോ അല്ലെങ്കിൽ സഞ്ജയ് രാമസ്വാമിയുടെ ജീവിതമായി എന്തെങ്കിലും കണക്ഷനുള്ള കഥാപാത്രമോ ആണെന്നാണ്. ഒരുപക്ഷെ ഗജനിയിലെ പോലെ ഇതിലും സഞ്ജയ് എന്ന കഥാപാത്രത്തിന് എന്തെങ്കിലും മാനസികമായോ കരിയർപരമായോ ഉള്ള പ്രതിസന്ധികൾ നേരിടേണ്ടി വരുന്നുണ്ടോ? ഔദ്യോഗികമായ സംവിധായകൻ ഇത് നിഷേധിച്ചിട്ടുണ്ടെങ്കിലും ആരാധകർ ഈ സഞ്ജയ് കണക്ഷൻ വിടാൻ ഭാവമില്ല. ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിലെ ആ കുഞ്ഞാരാണ്? ചിത്രത്തിൻ്റെ ആദ്യ പോസ്റ്റർ ഇറങ്ങിയപ്പോൾ അതിൽ സൂര്യ ഒരു കൊച്ചു കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കയ്യിൽ ഒരു പാൽ കുപ്പിയുമായി നിൽക്കുന്ന ലുക്കിലാണ് പ്രത്യക്ഷപ്പെട്ടത്. ഈ പോസ്റ്റർ വന്നതോടെ ട്രോളന്മാരും സിനിമാ നിരീക്ഷകരും പലവിധ കഥകൾ മെയ്യാൻ തുടങ്ങി. ചിലർ പറയുന്ന ഈ സിനിമയിലെ നായികയായി മമിത ബൈജുവിൻ്റെ കുട്ടിക്കാലമാണ് ആ പോസ്റ്ററിൽ കാണിക്കുന്നതെന്നാണ്. അതായത് സൂര്യയുടെ കഥാപാത്രം ചെറുപ്പത്തിൽ വളർത്തിയ അല്ലെങ്കിൽ സംരക്ഷിച്ച ഒരു കുഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം വലുതായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് പ്രണയവുമായി കടന്നു വന്നിരുന്നു. മറ്റൊരു ശക്തമായ റൂമർ സഞ്ജയ് വിശ്വനാഥ് എന്ന 40 വയസ്സുകാരനായ കഥാപാത്രത്തിന് ആദ്യ വിവാഹത്തിനുണ്ടായ കുട്ടിയാണത് എന്നാണ്. ആദ്യ ഭാര്യ മരിച്ചു പോകുകയോ അല്ലെങ്കിൽ വേർപിരിയുകയോ ചെയ്ത ശേഷം ഈ കുഞ്ഞിനെ വളർത്തിയ സിംഗിൾ ഫാദറാണ് സഞ്ജയ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ഈ കുഞ്ഞിൻ്റെ കെയർ ടേക്കർ ആയിട്ടോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായോ മാഡി കടന്നു വരികയും അവർ തമ്മിൽ പ്രണയത്തിലാവുകയും ചെയ്യുന്നു. ഇതിൽ ഏതാണ് സത്യമെന്ന് സിനിമ തിയേറ്ററിൽ വരുമ്പോൾ മാത്രമേ അറിയാൻ സാധിക്കൂ. എങ്കിലും ഈ സിംഗിൾ ഫാദർ തിയറിക്ക് വലിയ സാധ്യതയുണ്ട്. സിനിമയുടെ നിർമ്മാതാവായ സിത്താര എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ നാഗവംശി തൻ്റെ ഓപ്പൺ സ്റ്റേറ്റ്മെൻറ്റുകളുടെ പ്രശസ്തനാണ്. സിനിമ കൊള്ളില്ലെങ്കിൽ കൊള്ളില്ലെന്ന് മുഖത്ത് നോക്കി പറയുന്ന സ്വഭാവക്കാരനാണ് അദ്ദേഹം. എന്നാൽ അടുത്തിടെ നടന്ന ഒരു പ്രസ് മീറ്റിൽ ഈ സിനിമയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇൻഡസ്ട്രിയിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ വിശ്വനാഥൻ ആൻഡ് സൺസിൻ്റെ ഫൈനൽ എഡിറ്റ് കണ്ടു കഴിഞ്ഞു. എനിക്ക് 200% കോൺഫിഡൻസ് ഉണ്ട്. ഇത് സൂര്യയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ബോക്ക് ബസ്റ്ററിൽ ഒന്നായിരിക്കും. ഫാമിലി, ഓഡിയൻസും യൂത്ത് ഒരുപോലെ ഈ ചിത്രം ഏറ്റെടുക്കും. സിനിമയുടെ പ്രീ റിലീസ് ബിസിനസ് കുതിച്ചുയരാൻ ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് കാരണമായിട്ടുണ്ട്. ചിത്രം ഒരു പിസ്റ്റൾ ഷൂട്ടിംഗ് ചാമ്പ്യൻ്റെ കഥ പറയുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ക്ലൈമാക്സ് ഏതെങ്കിലും വലിയ അന്താരാഷ്ട്ര കായികമേളയുടെ പശ്ചാത്തലത്തിലായിരിക്കും എന്നതാണ് റിപ്പോർട്ടുകൾ. ഒളിമ്പിക്സോ അല്ലെങ്കിൽ വേൾഡ് ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പോ പുനഃസൃഷ്ടിച്ചുകൊണ്ട് വലിയൊരു സെറ്റിലാണ് ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഈ ചിത്രം സ്പോർട്സ് ഡ്രാമ ഭാഗങ്ങൾ കാണുമ്പോൾ പ്രേക്ഷകർക്ക് തിയേറ്ററിൽ രോമാഞ്ചം ഉണ്ടാകുമെന്നും ഒരു സാധാരണ പ്രണയകഥ എന്നതിനപ്പുറം ഇതൊരു മികച്ച ഇൻസ്പിറേഷണൽ സ്പോർട്സ് മൂവി ആയിരിക്കുമെന്നും ഇൻസൈഡ് ടോക്കുകൾ സൂചിപ്പിക്കുന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, ഇത്രയൊക്കെയാണ് വിശ്വനാഥൻ ആൻഡ് സൺസ് എന്ന ചിത്രത്തെക്കുറിച്ച് നിലവിൽ പുറത്തു വന്നിട്ടുള്ള ഏറ്റവും വിശ്വസനീയമായ വിവരങ്ങൾ. സോഷ്യൽ മീഡിയയിലും ചൂടുള്ള ചർച്ചകളും. 45-കാരനായ സഞ്ജയ് വിശ്വനാഥിൻ്റെയും 20-കാരിയായ മാഡിയുടെ ഈ വ്യത്യസ്തമായ പ്രണയകഥയും ഒപ്പം തകർപ്പൻ സ്പോർട്സ് ഡ്രാമയും തിയേറ്ററുകളിൽ വലിയൊരു മാജിക് സൃഷ്ടിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സൂര്യയുടെ ആ പഴയ വിൻറ്റേജ് റൊമാൻറ്റിക് ലുക്കും മമിത ബൈജുവിൻ്റെ ക്യൂട്ട്നെസ്സും തിയേറ്ററിൽ കാണാൻ നിങ്ങൾ എത്രത്തോളം കാത്തിരിക്കുന്നുണ്ട്? നമ്മൾ ഈ പറഞ്ഞ തിയറികൾ ഏത് തിയറിയാണ് ശരിയാകാൻ സാധ്യതയുള്ളത്? നിങ്ങളുടെ ചിന്തകളും അഭിപ്രായങ്ങളും ദയവായി താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. സിനിമാ ലോകത്തെ ഇത്ര ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളും വിശേഷങ്ങളും അപ്പോൾ അറിയാൻ ചാനൽസ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെൽ ഐക്കൺ ഓൺ ചെയ്ത് വെക്കുക. അടുത്തൊരു കിടിലൻ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.